എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണത്തിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാങ്ങ അച്ചാർ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് നമ്മുടെ മാങ്ങ അച്ചാർ. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ ഓണത്തോടനുബന്ധിച്ച് ഒരു 10 കറികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, എങ്കിലും അതിൽ ആദ്യത്തേത് മാങ്ങ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 5 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിക്കാം. അച്ചാറുകൾക്ക് നല്ലെണ്ണയാണ് കൂടുതൽ രുചി നൽകുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്നു പോകരുത്. അതിൻ്റെ കൂട്ടത്തിൽ അച്ചാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ അജ്മിയുടെയാണ് ചേർക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പൊടികൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തുകൊണ്ട് അത് നോക്കി വേണം ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് വിനീഗർ ചേർക്കാം. ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല. ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ നമുക്ക് ഓഫാക്കാം, കാരണം മാങ്ങ വെന്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. എല്ലാവരും വിചാരിക്കും അച്ചാറിന് കളറ് ചേർത്തോന്ന്, പക്ഷെ ഒരിക്കലും ഇല്ല. നമ്മുടെ പിരിയൻ മുളക് പൊടിയുടെ കളറാണത്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടുക. താങ്ക് യു ഫോർ വാച്ചിങ്.